നമസ്കാരം സുഹൃത്തുക്കളെ. പുഷ്പ 2 സിനിമ കാണാത്തവർക്ക് ഇന്നലെ ലോക്സഭയുടെ രാജ്യസഭയിലും നടന്ന ഉന്തും തള്ളും ധക്കാമുഖി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം പുഷ്പ 2 കണ്ട ഒരു ഫീലിംഗ് എല്ലാവർക്കും കിട്ടും. പുഷ്പ 2 അല്ലു അർജുന്റെ ഫൈറ്റ് കാണാത്തവർക്ക് രാഹുൽ ഗാന്ധി ഇന്നലെ ഏകദേശം 100-150ഓളം ഭരണപക്ഷ എം പിമാരെ അടിച്ച് നിലത്തിട്ട വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേ ഫീലിംഗ് കിട്ടും. രാഹുൽ ഗാന്ധി കുംഫു ബ്ലൂ ബെൽറ്റ് ഉണ്ട് രാഹുൽ ഗാന്ധി. അപ്പൊ ഇന്നലെ കിരൺ റിജു പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി കുംഫു ഒക്കെ പഠിക്കുന്നത് ഭരണപക്ഷ എം പിമാരെ അടിച്ച് നിലം പരച്ചാക്കാൻ വേണ്ടിയാണ്. അതെനിക്കും സംശയം തോന്നുന്നതാണ്. കാരണം രാഹുൽ ഗാന്ധി നമ്മൾ കാണുന്ന പോലെയല്ല. രാഹുൽ ഗാന്ധിക്ക് ഏകദേശം ഒരു 100-150 MLA-മാരെയൊക്കെ മഹേഷ് ബാബും ചിരഞ്ജീവിയൊക്കെ അടിച്ച് നിലത്തിടുന്ന പോലെ നിലത്തിട്ട് എണിച്ചു വരാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു ശക്തനായിട്ടുള്ള നേതാവാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി FIR ഇട്ടു ഡൽഹി പോലീസ്. ഓക്കെ, രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെടുമോ? രാഹുൽ ഗാന്ധിയുടെ അംഗത്വം MP മെമ്പർഷിപ്പ് അവർ ഡിസ്ക്വാളിഫൈ ചെയ്യുമോ? BJP എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഇതിൽ നിന്ന്? കാരണം ദർ ഈസ് സംതിങ് വെൻ ബിയോണ്ട്. ഓക്കെ, കാരണം ഈ ഒരു വിഷയം ആദ്യമായിട്ടല്ല ഈ ഉന്തും തള്ളൊക്കെ ലോക്സഭയിൽ സംഭവിക്കുന്നത്. പക്ഷേ BJP വെൻ ടു എക്സ്റ്റെൻഡ് വരെ മുന്നോട്ട് പോയി അവർ. കാരണം അവർ ഡൽഹി പോലീസ് ഇപ്പോൾ FIR ഫയൽ ചെയ്തിരിക്കുകയാണ് ആർക്കെതിരെ? ലീഡർ ഓഫ് ഓപ്പോസിഷൻ. അത് ബിഗ് സ്റ്റെപ്പാണ് ആക്ച്വലി. ഇറ്റ്സ് സെൻഡ് എ വെരി ക്ലിയർ മെസ്സേജ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഈ 3 വിഷയങ്ങളാണ്. വൺസ് അഗൈൻ വെൽക്കം ടു എ പോഡ്കാസ്റ്റ്. ഓക്കെ, ഈ സംഭവത്തിന്റെ പിന്നാമ്പുറ കഥകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ശീതകാല സമ്മേളനം തുടങ്ങി, സർക്കാർ ബാക്ക് ഫുട്ടിലാണ്. കാരണം അദാനിയുമായി ബന്ധപ്പെട്ട് US ഉയർന്നു വന്നിരിക്കുന്ന കറപ്ഷൻ അലിഗേഷൻ. അദ്ദേഹം ബ്രൈബ് ഒക്കെ ഏകദേശം 20 ബില്യന്റെ സോളാർ പാടങ്ങളുടെ കോൺട്രാക്ടിന് വേണ്ടി ഹി പെയ്ഡ് ബ്രൈബ്. ഓക്കെ, പ്രോസസ് ഗോയിങ് ഓൺ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷത്തെ ആക്രമിക്കാനാണ് ഇവർ വന്നിരുന്നത്. രാഹുൽ ഗാന്ധിയും കൂട്ടരും വന്നത്. അവസാനം അവർ ശശിയായി മാറി. കാരണം സ്റ്റാർട്ടഡ് ഫ്രം അദാനി, പിന്നെ അദാനിയിൽ നിന്ന് പിന്നെ വൺ നേഷൻ വൺ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയി, കോൺസ്റ്റിറ്റ്യൂഷനായി മാറി, അംബേദ്കറായി മാറി, അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ശശിയായി മാറി തിരിച്ചു പോന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും. വീണ്ടും ശശി അണ്ണനായി. എനിവേ, അതായത് രാഹുൽ ഗാന്ധി ഇന്നലെ അവര് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പറയുന്ന അമിത്ഷായുടെ പരാമർശം, അതായത് അമിത്ഷാ അംബേദ്കർക്കെതിരെ വിവാദ പരാമർശം നടത്തി അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ MP-മാര് അവിടെ ധർണ നടത്തിയിരുന്നത്. അതിനെ എതിർക്കാൻ വേണ്ടി ഭരണപക്ഷ MP-മാർ ഈ പറയുന്ന മഗർ ദ്വാറിൽ അവരും ഇരിപ്പായി. അങ്ങനെ ഒന്നും തള്ളായി. അങ്ങനെ ആ തല്ലില് രാഹുൽ ഗാന്ധി 2 MP-മാരെ തല തല്ലി പൊളിച്ചു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നാഗാലാൻഡിൽ നിന്നുള്ള ഒരു വനിത MP-യെ അദ്ദേഹം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് അവരുടെ ഒരു ഭാഷ്യം. അതിന്റെ പേരിലാണ് ഈ FIR ഇട്ടിരിക്കുന്നത്. FIR-ലെ വകുപ്പുകൾ അല്പം സീരിയസ് ആണ്. 117, 115 മനഃപൂർവ്വമായിട്ട് ദേഹോപദ്രവം ഏൽപ്പിക്കുക എന്നാണ് അതിന്റെ ഒരു വകുപ്പ്. ഏകദേശം 7 വർഷം വരെ അദ്ദേഹത്തിന് തടവ് കിട്ടാവുന്ന വകുപ്പാണ്. സോ ദർ ഈസ് FIR അഗെയിൻസ്റ്റ് ഹിം. അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് ചോദിച്ചാൽ നോ നീഡ്. ഓക്കെ, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ ഡൽഹി പോലീസിനെ വിളിപ്പിക്കാം. അദ്ദേഹത്തിന് ചോദ്യം ചെയ്യപ്പെടാൻ പോകേണ്ടതായിട്ട് വരും. സോ അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അംഗത്വം റദ്ദാക്കുന്ന രീതിയൊക്കെ ഒരുപാട് വർഷങ്ങളെടുക്കും. അതിലേക്കൊന്നും പോകാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം അദ്ദേഹം കൺവിക്റ്റഡ് ആയിട്ടില്ല. സുപ്രീം കോടതി പോയി കൺവിക്ഷൻ റേറ്റ് വരുമ്പോഴേക്കും സെഷൻ മില്യൻറ്റ്. ഓക്കെ, അതുകൊണ്ട് അതൊരു ചോദ്യം ഉയർന്നു വരുന്നേ ഇല്ല രാഹുൽ ഗാന്ധി. നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് BJP went to an extent of ദർജ് കിയ FIR ക്യോം ദർജ് കിയ. അതാണ് നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയൊരു പോയിന്റ്. BJPക്ക് ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത് BJP സെൻഡിങ് എ വെരി ക്ലിയർ മെസ്സേജ്. നോ നോൺസെൻസ് ഫ്രം നോ. 2024 ലോക്സഭ ഇലക്ഷൻ മുമ്പത്തെ BJP അല്ല ആഫ്റ്റർ ഇലക്ഷൻ. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അത്യുജ്വല വിജയം നേടി. ഓക്കെ, ദേ ആർ വെരി ഹൈ കോൺഫിഡൻസ്. BJP പ്രവർത്തകർക്ക് ഒരു പരാതിയുണ്ട്. അതായത് ഈ BJP പാർട്ടി ഗോയിങ് സോഫ്റ്റ് ഓൺ രാഹുൽ ഗാന്ധി ആൻഡ് പ്രിയങ്ക ഗാന്ധി ആൻഡ് ഓൾ ദോസ് ഗാന്ധി ഫാമിലി ആൻഡ് ഗാന്ധി പരിവാർ. ഓക്കെ, അത് ഒരു പരാതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പരാതി തീർക്കുക എന്നുള്ളത് BJPയുടെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് they went to an extent and filed a case against him. ഓക്കെ, FIR. ഇതൊരു ക്ലിയർ മെസ്സേജ് ആണ് ആർക്കും, എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും. ഇനി ഇതേപോലുള്ള ഈ ധക്കാമുഖിയോ അല്ലെങ്കിൽ ധർണ, ഈ കുട്ടിക്കളി അംഗീകരിക്കില്ല. ഇന്ത്യൻ പാർലമെന്റിന് അവിടെ നോ മോർ അംഗീകരിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. രാഹുലിനെ സപ്പോർട്ടിന് ആരും മുന്നോട്ട് വന്നിട്ടില്ല. കാര്യമായിട്ട് ഒന്ന് വന്നിരിക്കുന്ന അഖിലേഷ് യാദവും പിന്നെ ലാലു പ്രസാദിന്റെ മകനും മാത്രമാണ്. ബാക്കി ഇന്ത്യ മുന്നണിയൊക്കെ അറിയാം ഇറ്റ്സ് ഹിസ് ഫോൾട്ട്. ഓക്കെ, അദ്ദേഹത്തിന് അവിടെ ഹി ഷുഡ് നോട്ട് ബി
പാർട്ട് ഓഫ് ദാറ്റ് പ്രോബ്ലം. അപ്പോൾ കോൺഗ്രസിന് എന്താണ് ബെനിഫിറ്റ്? ഒന്നുമില്ല. കാരണം രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർക്കൊരു സങ്കട കണ്ണീരിൽ ഒന്നും കിട്ടാനില്ല. കാരണം അടുത്ത വർഷം ഇലക്ഷൻ ഒന്നുമില്ല. ആകെ ഡൽഹിയും ഈ പറയുന്ന നമ്മുടെ ബീഹാറും മാത്രമേ ഉള്ളൂ. ഡൽഹിയിൽ കോൺഗ്രസ് ഇല്ലല്ലോ. അവിടെ 10 വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 10 വോട്ടും ആം ആദ്മിയുടെ വോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പ്രശ്നമാവും. പിന്നെ ബീഹാറിൽ അങ്ങനെ പാർട്ടിയേ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നോ ഇഷ്യൂസ്. അടുത്ത് കേരളത്തിലെങ്ങാനും വല്ല 5-10 വോട്ട് കിട്ടിയാൽ എന്നല്ലാതെ കോൺഗ്രസിന് ഒരു ബെനിഫിറ്റ് ഇല്ല രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ. സോ BJP ഈസ് ഗെയിനിങ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ. ഓക്കെ, കാരണം നല്ലൊരു അവസരമായിരുന്നു ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾക്ക് ആക്രമിക്കാനായിട്ട് ആരെ ഭരണപക്ഷത്തെ ഓൺ അദാനി, ഓൺ സിവിൽ ഇഷ്യൂസ്. പക്ഷേ അവർ മിസ്യൂസ് ചെയ്തു. കാരണം ദേ ഡോണ്ട് നോ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള മരവാളുകൾക്ക് അറിയില്ല ഹൗ ടു പുട്ട് തിങ്സ് ഇൻടു ദേ ഹെഡ്. അവർക്ക് കിട്ടിയ ബോൾ അവർ എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് അവർക്ക് ഈ പറയുന്ന രാഹുൽ ഗാന്ധി കൂടി ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ഡസ് കം ടു ദാറ്റ് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന വയനാട് MP. അവരവിടെ ഫാഷൻ ഷോ ആണ്. ഒരുപാട് എക്സ്പെക്ടേഷനോടെ മലയാളികളെ അയച്ച ഒരു വനിതയാണ്, MP ആണ്. അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ പറയുന്ന വയനാടിന് നല്ലൊരു പാക്കേജ് വാങ്ങേണ്ട ചുമതലയുണ്ട്. അവരൊരു പക്ഷേ അതിന് പകരം അവർ ഫാഷൻ ഷോ കളിക്കുകയായിരുന്നു. പല പല ബാഗുകൾ കൊണ്ടുവരുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. ഷി വാസ് ഗെയിനിങ് അറ്റൻഷൻ. ആണോ, ഞാൻ വീണ്ടും പറയുന്നു, ഗാന്ധി പരിവാർ എന്നുള്ള ഫാമിലി 10-15 വർഷം ഇന്ത്യയെ നശിപ്പിച്ചു. സോ തിങ്ക് അബൌട്ട് ദേ കണ്ടിന്യൂയിങ് ഇറ്റ്. ആൻഡ് കോൺഗ്രസ് പാർട്ടി എന്നുള്ള ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടീനെ, GOP പാർട്ടീനെ അവർ ഇല്ലാതാക്കുന്ന രണ്ടുപേരും കൂടി. ദേ ഡോണ്ട് ഹാവ് കേപ്പബിലിറ്റി. അദ്ദേഹത്തിന് മാത്രമല്ല, കൂടെ ഇരിക്കുന്ന മരവാളുകൾക്ക്. എനിക്ക് ഏറ്റവും ചിരി വന്നൊരു കാര്യം എന്ന് പറയുന്നത്, അദാനിയുമായി ബന്ധപ്പെട്ട് ഇവരൊരു നാടകം ഓർഗനൈസ് ചെയ്യുന്നു. ഇലക്ഷൻ ഈ ഒരു ലോക്സഭയുടെ തൊട്ട് ഫ്രണ്ടില Day 1 അവര് വാട്ട് കൈൻഡ് ഓഫ് എ മോക്കറി. അതായത് എന്താ പറയുന്നത്, ദേ ആർ ബിഹേവിംഗ് ലൈക്ക് നമ്മൾ ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ പോലെയാണ്. കേരളത്തിൽ പോയി MP-മാരും ഈ രാഹുൽ ഗാന്ധിയും ഈ മോഡിനെയും അദാനിയുടെ ഒരു മാസ്ക് ഒക്കെ വെച്ച് അവര് കളിക്കുകയാണ്. ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്കൂൾ കിഡ്സ്, ബിഹേവിംഗ് ലൈക്ക് എ സ്കൂൾ കിഡ്സ്. ഇനി ഇതുപോലെയാണ് പെരുമാറ്റമെങ്കിൽ രാഹുൽ ഗാന്ധിയും MP-മാരും ജയിലിലായിരിക്കും പോകുന്നത്. കാരണം മോഡി പിടിച്ച് അകത്തിടും ഉറപ്പായിട്ടും.